10 പൈസ പോലും രക്ഷിതാക്കളിൽ നിന്നും വാങ്ങാതെ കുട്ടികൾക്കായി പഠനയാത്രയൊരുക്കി. 1 രൂപ പോലും പിരിക്കാതെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയാണ് ഹൃദ്യമായ പഠനയാത്ര സാധ്യമാക്കിയത്. അട്ടപ്പാടി കാരാള സർക്കാർ യുപി വിദ്യാലയത്തിലെ അധ്യാപകരും പിടിഎയും സ്കൂളിലെ വിദ്യാവാഹിനി ഡ്രൈവർമാരും ഒന്നിച്ച് കൈകോർത്തതോടെയാണ് സൌജന്യമായി പഠനയാത്ര സാധ്യമായത്. വിദ്യാലയത്തിന്റെ സമീപത്തുള്ള ഒരു റിസോർട്ട് കണ്ടെത്തി അവരുടെ അനുവാദത്തോടെ കുട്ടികൾക്കായി ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള അവസരമാണ് കൂട്ടായ്മയിലൂടെ സാധ്യമായത്. LKGയിൽ പഠിക്കുന്ന 3 വയസ്സുകാർ മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഡ്രൈവർ ചേട്ടന്മാർ റിസോർട്ടിൽ എത്തിക്കുകയായിരുന്നു. കുട്ടികൾക്കായി സ്കൂളിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണം പൊതിഞ്ഞുകെട്ടി അധ്യാപകരും റിസോർട്ടിൽ എത്തിച്ചേർന്നു. പിന്നെ അവിടുത്തെ പക്ഷികളെയും പൂമ്പാറ്റകളെയും കുരങ്ങന്മാരെയും ഒക്കെ കണ്ടും മിണ്ടിയും അങ്ങനെ റിസോർട്ട് മുഴുവൻ നടന്നു കാണുന്നു. ഊഞ്ഞാലാടുന്നു. ഉയരത്തിലിരുന്ന് അട്ടപ്പാടിയെ കാണുന്നു. കാറ്റത്ത് വേഗത്തിലോടുന്ന മേഘങ്ങൾക്കിടയിലൂടെ നടക്കുന്നു. ദൂരെ അങ്ങേ മലയിൽ വെള്ളച്ചാട്ടം പതഞ്ഞൊഴുകുന്നത് കാണുന്നു. ഫോട്ടോയും റീൽസും എടുക്കുന്നു. DJ പാർട്ടിയിൽ മാഷും ടീച്ചറും കുട്ടികളും ഡ്രൈവർ മാമന്മാരും അമ്മമാരും സകലരും അങ്ങനെ മടുക്കും വരെ ആടിപ്പാടി തകർക്കുന്നു. കാഴ്ചകൾ കണ്ട വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ചോറും സാമ്പാറും തോരനും അടങ്ങിയ ഉച്ചഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു സിബിച്ചേട്ടനും സഹപ്രവർത്തകരും. എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൈകോർത്താൽ നടക്കാത്തതായി ഒന്നുമില്ല. നീണ്ട യാത്രയുടെ ക്ഷീണമില്ല, പണച്ചിലവില്ല. മുഴുവൻ സമയവും കുട്ടികൾക്ക് കൂട്ടുകൂടുവാനും മിണ്ടാനും പറയുവാനും കളിക്കുവാനും സമയം കിട്ടുന്നു. കുട്ടികൾക്ക് ഒരു വലിയ യാത്രയുടെ മുഴുവൻ ആസ്വാദ്യതയും പഠനയാത്രയ്ക്കുള്ള സ്ഥലങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രധാനം തന്നെ. കുട്ടികളെ ഉല്ലാസവാന്മാരാക്കുന്ന ഇടം നമ്മുടെ കൈയകലത്തുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. മുഴുവൻ കുട്ടികൾക്കും ഒരേ സമയം ഒരേപോലെ ആനന്ദം നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നവരെയും ഹോംവർക്ക് തീർക്കാത്തവരെയും യൂണിഫോം അലക്കിയിട്ടുണങ്ങിയില്ല എന്ന് ഒഴിവുകിഴിവ് പറയുന്നവരെയും ഒരാഴ്ച കൊണ്ട് ഒന്ന് മെരുക്കിയെടുക്കുവാൻ കണ്ട വഴിയായിരുന്നു ഈ ഉല്ലാസയാത്ര എന്ന ഓഫർ. അത് പൂർണ്ണമായും ഫലം കണ്ടു എന്നതാണ് യാത്രയുടെ വലിയ വിജയം. ചെറിയ യാത്രയാണെങ്കിലും അധ്യാപകർക്ക് റിസ്ക് തന്നെ. യാതൊരു അലോരസവുമില്ലാതെ കുഞ്ഞുങ്ങൾ വീട്ടിൽ തിരിച്ചെത്തും വരെ ആദ്യം തന്നെ. കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ. അവരെ അംഗീകരിക്കുവാൻ ആളുണ്ടെന്ന് അവരറിയട്ടെ. അപ്പോൾ യാത്രകൾ ഇങ്ങനെയുമാകാം.